എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാമി ശരണം. എല്ലാവർക്കും അറിയാം, ഞാൻ സ്വാമി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് എൻ്റെ കെട്ടുകയറ ശബരിമലയ്ക്കുള്ള യാത്ര. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ശബരിമലയിൽ പോയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എന്തായാലും പറ്റുന്നത്ര ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും തിരക്കിലാണ്, ഇപ്പോൾ എല്ലാവരും കുളിക്കാനൊക്കെ തിരക്കിലാണ്, എല്ലാവരും കാണിച്ചു തരാം. ഒരു 13 ആൾക്കാരുണ്ട് കേട്ടോ സ്വാമിയാർ. അതാണ് നമ്മുടെ മഠം കേട്ടോ, നമ്മൾ ശരണം വിളിക്കുന്ന മഠം. സ്വാമി ശരണം. Hello guys, ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഒരു ചായക്കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ വടകരക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ട്രിപ്പിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വാവർപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതാണ് വാവർപ്പള്ളി. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ സ്വാമിയാർ, കഞ്ഞിസ്വാമിയാർ പേട്ടൊക്കെ തുള്ളിയിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ പേട്ട തുള്ളുന്ന കുറേ ആൾക്കാർ പേട്ടൊക്കെ തുള്ളുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കഞ്ഞിസ്വാമിയാറാണ് കേട്ടോ, ഏകദേശം ആൾക്കാരും കഞ്ഞിസ്വാമിയാറാണ്. അപ്പോൾ ഇതൊക്കെ പേട്ട തുള്ളിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പേട്ടൊക്കെ തുള്ളിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടീനെ ഷോൾഡറിന്റെ മുകളിലൊക്കെ കയറ്റിയിട്ട് വരുന്നുണ്ട്. ശരണം. അപ്പോൾ നമ്മൾ പമ്പയിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഈ സന്നിധാനം അത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. എന്നാലും ഇവിടെ നല്ല ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ആൾക്കാരൊക്കെ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ആക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈനിൽ. കണ്ടാ ആയാടാ സ്പോട്ട് ബുക്കിംഗ് ആയാ ആക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര തിരക്കല്ലേ, കിട്ടുന്നില്ലല്ലോ, സൈറ്റ് കിട്ടുന്നില്ല അല്ലേ? ആക്കിയ സ്പോട്ടിങ് ആക്കിയാ കിട്ടുന്നില്ല അല്ലേ? ഭയങ്കര സൈറ്റ് ബ്ലോക്ക് അല്ലേ? അങ്ങനെ ആക്കുന്നുണ്ട്. ബാത്റൂമിലും പോയിട്ട് വരുന്നുണ്ട്. സ്പോട്ടാക്കിയാ സ്പോട്ടാക്കി. സ്വാമി ശരണയ്യപ്പ. നമ്മ പമ്പയിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ നല്ല 26-ാം തീയതി നടക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്ക് തമിഴന്മാരാണ് കൂടുതൽ കേട്ടോ. നമ്മ പമ്പയിലേക്ക് എത്തി. പമ്പയിൽ നിന്ന് കുളിച്ചു, എല്ലാം റെഡിയായി. ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടായിരത്തി സനോറിനുണ്ട്. സനോറിന് ഭയങ്കര ബിസിയാണ് കേട്ടോ. സ്പോട്ട് ബുക്കിങ്ങുകളൊക്കെ തയ്യാറെടുപ്പിലാണ്. എന്തായാലും നല്ല തിരക്കുണ്ട്. നമ്മൾ ബാക്കി സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. പറ്റുന്നത്ര ഞാൻ എടുത്തുതരാം. വീഡിയോ എന്താവുന്ന അറിയില്ല, തിരക്കിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. ഇവിടുത്തെ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അവന് എത്താൻ കുറെ പ്രയാസമുണ്ട്, പറ്റുന്നില്ല അവന്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നടക്ക്. ഒരാൾ കാത്തിക്കുന്നുണ്ട്. ഇത്ര സമയം ഇവിടെ കാത്തിക്കുന്നത് കേട്ടാ. നമ്മളെ വെയിറ്റ് ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ശരംകുത്തിയാരെ കണ്ടു. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. ഇവിടെ വെച്ചാൽ കന്നിസ്വാമിയാരൊക്കെ തേങ്ങയൊക്കെ ഉടക്കുന്ന സ്ഥലമാണ്. പോകുന്ന വഴിയിലൂടെയൊക്കെ തന്നെ നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേറെ പ്രത്യേകിച്ച് ഡോളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് പ്രത്യേകിച്ച് നല്ല ഫീസും ഉണ്ട്, നല്ല പൈസയും കൊടുക്കേണ്ടി വരും. എന്നാലും അവർ സേഫായി നമ്മൾ എത്തിക്കും മലക്ക്. ശബരിമലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന ഒന്നാണ് നടപ്പന്തൽ. നടപ്പന്തൽ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് തന്നെയായി നമ്മുടെ ശബരിമല. ശബരിമലയിൽ 18ാം പടി വെച്ചാൽ ഭയങ്കര ജനക്കൂട്ടാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് കയറാൻ പോലും പറ്റൂല, പോലീസുകാരെ വെച്ചിടും. പക്ഷെ എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ദർശനം കണ്ടു. നമുക്ക് ഒരുപാട് സന്തോഷമായി.
ദർശനം കണ്ടു. ദർശനം കണ്ടിട്ട് ഇപ്പൊ തിരിച്ചു വരുന്നതാണ്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഏതെല്ലോ ആൾക്കാരെ വഴി നമുക്ക് കിട്ടി. അപ്പൊ ഒന്ന് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശബരിമല ഏകദേശം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല തിരക്കായോണ്ട് ഫോൺ എടുക്കാൻ പറ്റൂല. എന്നാലും ഞാൻ പറ്റുന്നത്ര കാണിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഏകദേശം എന്താ പറയണ്ടത്, ഞാൻ ശബരിമലത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത്രേ കാണിച്ചു തന്നിട്ടുണ്ട്. അയ്യപ്പനെ നല്ല ഭംഗിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ദർശനം കാണാൻ പറ്റി. 2 തവണ കണ്ടു. അപ്പോൾ അതിനെ സഹായിച്ചത് പ്രസന്നമ്മയും തസ്ലീമ രണ്ടാളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോസ് ഏകദേശം എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ടയർഡായി, നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്.